ഹായ് എവറി വൺ, നമസ്കാരം, ഗുഡ് ഈവനിങ്. ഞാൻ ഇത് വീഡിയോ ഈവനിങ് എടുക്കുന്നതുകൊണ്ടാണ് ഗുഡ് ഈവനിങ് പറഞ്ഞത്. ഇന്ന് ഞാനൊരു സ്റ്റോറി ആയിട്ട്, ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ജാപ്പനീസ് ടേം സ്റ്റോറി. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിഞ്ഞ ഒരു സ്റ്റോറിയാണ്, എന്നാലും ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ ഒരു പ്രാവശ്യം ഒരിക്കലും എന്തുണ്ടായി, താജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ, നമുക്കറിയാൻ നല്ലൊരു സക്സസ്ഫുൾ ഒരു ഹോട്ടലാണ് അത്. മിസ്റ്റർ മാസായി എന്നൊരാളെ, ജാപ്പനീസ് എന്നൊരാളെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു. അപ്പോൾ എല്ലാവരും ഷോക്കായി, കാരണം അത്രയും നല്ല അടിപൊളി ഹോട്ടൽ, സക്സസ്ഫുള്ളി റണ്ണിങ് ഹോട്ടലാണ്. ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഒരു പരിചയമില്ലാത്ത മിസ്റ്റർ മാസായിന് എന്തിനാണ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ വിളിക്കുന്നത്, എന്ത് കാര്യം? എല്ലാവരും എക്സൈറ്റഡ് ആയി, എൻക്വയർഡ് ആയി, എല്ലാവർക്കും ഡൗട്ടായി. അങ്ങനെ വർക്ക്ഷോപ്പിൻ്റെ ദിവസം വന്നെത്തി. എല്ലാവരും കോൺഫറൻസ് ഹാളിൽ ഗ്യാദർ ചെയ്തു, എന്താണ് നടക്കാൻ പോണതെന്ന് അറിയാലോ വേണ്ടിയിട്ട്. മിസ്റ്റർ മാസായി വന്നിറങ്ങി. മിസ്റ്റർ മാസായി വന്നിറങ്ങിയപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പ് നടത്തുന്ന ആൾ അത്യാവശ്യം പേഴ്സണാലിറ്റി ഉദ്ദേശിച്ച് ഇവർ കണ്ട് പേഴ്സണാലിറ്റി ഒന്നും എനിക്ക് തോന്നിയില്ല. അത്ര എന്താ പറയുക, ഇംപ്രസ്ഡ് പേഴ്സണാലിറ്റി ഒന്നും ആയിരുന്നില്ല. ഈവൻ സ്പോക്കൺ ഇംഗ്ലീഷും അത്ര നല്ല അടിപൊളി സ്പോക്കൺ ഇംഗ്ലീഷൊന്നും ആയിരുന്നില്ല. ജാപ്പനീസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊലോക്കിയൽ ലാംഗ്വേജ് പോലത്തെ ഒരു ഇംഗ്ലീഷ് ആയിരുന്നു, മംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത്, അതുപോലത്തെ ഒരു ഇംഗ്ലീഷ് ആയിരുന്നു, ക്ലംസി ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പം എല്ലാവരും വിചാരിക്കാൻ തുടങ്ങി, ഇയാൾ എന്ത് വർക്ക്ഷോപ്പാണ് ഇപ്പം നടത്താൻ പോലെ. ഈ മസായി വന്ന് ഇറങ്ങിയ ശേഷം എല്ലാവരും ഗ്രീറ്റിംഗ് ചെയ്തു. ഗ്രീറ്റിംഗ് ചെയ്തതിന് ശേഷം പറഞ്ഞു, എന്നെ ഇവിടെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലാണ് പറയുന്നത് കേട്ടോ. എന്നെ ഇവിടെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ വർക്കും കാണാനില്ല, ഷോപ്പും കാണാനില്ല. അപ്പം പിന്നെ നമുക്ക് വർക്ക് നടക്കുന്നോട്ട് പോയി നോക്കാം എന്ന് പറയും. അങ്ങനെ ഇവർ തുടങ്ങും. ആദ്യം തന്നെ മസായി പറയും, നമുക്ക് ഫസ്റ്റ് റൂമിൽ പോയി നോക്കാമെന്ന് പറയും. ഫസ്റ്റ് റൂമിൽ എന്താണ്, മിസ്റ്റർ മസായി പോകുമ്പോൾ ഇവരുടെ ഒപ്പം ക്യാമറാമാനും സീനിയർ മാനേജ്മെൻറ്റും വർക്ക്ഷോപ്പ് പാർട്ടിസിപ്പൻസും എല്ലാവരും ഫോളോ ചെയ്യും. ഫസ്റ്റ് റൂമിൽ പോകുമ്പോൾ അവരുള്ളത് എന്താ, ലോണ്ടറി റൂമാണ്. അതായത് ഡ്രസ്സ്, ബെഡ്ഷീറ്റ് അങ്ങനത്തെ തിരുമ്പണ റൂം. അവിടെ ചെന്നിട്ട് അവർ ജനൽക്കൂടെ ഇങ്ങനെ നോക്കും. ജനൽക്കൂടെ നോക്കിയിട്ട് പറയും, വാ ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് പറയും. ബ്യൂട്ടിഫുൾ വ്യൂ, അതായത് അടിപൊളി സീനറി ആണല്ലോ എന്ന് പറയും. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇത് പറയുമ്പോൾ ഇയാൾ ജപ്പാൻ തരേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ തോന്നും. അപ്പോൾ ഇയാൾ നെക്സ്റ്റ് മാസം ചോദിക്കും, എന്തുകൊണ്ട് ഈ റൂം, ഈ ലോണ്ടറി റൂം നിങ്ങൾക്കൊരു ഗസ്റ്റ് റൂമായിട്ട് കൺവേർട്ട് ചെയ്തുകൂടാ എന്ന് ചോദിക്കും. അപ്പം എല്ലാവർക്കും അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് പറയട്ടോ. എന്നിട്ട് സീനിയർ മാനേജ്മെന്റ് ശരി, ഞാൻ അപ്പം തന്നെ നോട്ട് ചെയ്യട്ടെ എന്ന് പറയും. അപ്പോൾ മാസം ഇപ്പം നോട്ട് ചെയ്യേ, എന്തിനാ നോട്ട് ചെയ്യേണ്ടത്, റൈറ്റ് നൗ യു ഹാവ് ടു സ്റ്റാർട്ട് ദ വർക്ക് എന്ന് പറയും. അപ്പോൾ ഇപ്പോഴോ അല്ല, ഞാൻ നോട്ട് ചെയ്യാം, വർക്ക്ഷോപ്പിലെല്ലാം നോട്ട് ചെയ്യണം, നോ നോട്ട്, ഇപ്പോൾ യു ഹാവ് ടു സ്റ്റാർട്ട് ദ വർക്ക് എന്ന് പറഞ്ഞിട്ട് പറയും. നമ്മൾ ഇത് ഇറ്റ് വിൽ ടേക്ക് ഓൺലി ഹാർഡ്ലി 2 hours. ഇവിടുന്ന് കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഹാർഡ്ലി 2 hour എടുക്കുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ഈ ലോണ്ടറിയിലുള്ള വാഷിംഗ് മെഷീനിലും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, അത് താഴത്തെ ബേസ്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ കാർപ്പറ്റ്സും ബെഡ്റൂമും എല്ലാം അറേഞ്ച് ചെയ്യണം. വെറും 2 മണിക്കൂർ ഉണ്ടാവും. നമ്മൾ ലഞ്ച് വരുമ്പോഴേക്കും എല്ലാം റെഡി ആയിരിക്കണം എന്ന് പറയും. വർക്ക്ഷോപ്പിന് വിളിച്ചതല്ലേ, അപ്പോൾ വരയ്ക്കാൻ പറ്റില്ലല്ലോ. അവസാനം അത് റെഡിയാവും. നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാമെന്ന് പറയും. അടുത്ത റൂമിലേക്ക് എവിടേക്കാണ് പോകുന്നത്, പാൻട്രിക്കാണ് പോവുക. പാൻട്രി, PANTRY. പാൻട്രി എന്ന് പറയുന്നത് കിച്ചൻ്റെ പാത്രങ്ങളൊക്കെ കഴുകുന്ന സെക്ഷൻ. അവിടേക്ക് പോകും. അപ്പോൾ അവിടെ പോകുമ്പോൾ 2 വലിയ ഹോട്ടലല്ല, 2 വലിയ സിങ്ക് ഉണ്ടാവും, നിറച്ചും പ്ലേറ്റ്സും ഉണ്ടാവും അതിൽ. മിസ്റ്റർ മസായി എന്ത് ചെയ്യും, അയാളെടുത്തിട്ട് പ്ലേറ്റ് കഴുകാൻ തുടങ്ങും. അപ്പോൾ സീനിയർ മാനേജ്മെന്റ് ചോദിക്കും, മസായി നിങ്ങൾ എന്താ ചെയ്യണത് എന്ന് ചോദിക്കും. സിങ്ക് പാത്രം കഴുകാനുള്ളതല്ലേ എന്ന് ചോദിക്കും. അതെ, എന്നാലും പ്ലേറ്റ് അല്ലേ, പ്ലേറ്റ് വെക്കാനുള്ള സ്റ്റാൻഡിലല്ലേ, സിങ്കിലല്ലല്ലോ പറക്കേണ്ടത്, ഈ സിങ്കിൽ നിറച്ചും പാത്രങ്ങളല്ലേ. അപ്പോൾ എഗെയിൻ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കും, ഇത് പറയാപ്പോൾ ഇയാൾ ആവശ്യമുണ്ടോ, അങ്ങനെ വിചാരിക്കും. അപ്പോൾ പറയും, ജാപ്പനീസിൽ ഒരു ടേം ഉണ്ട്, മുട മീൻസ് ഡിലേ അല്ലെങ്കിൽ അൺനെസസറി സ്പെൻഡിങ്സ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇത് രണ്ടും അവോയ്ഡ് ചെയ്യാനല്ലേ. കോമ്പറ്റേറ്റീവ് വേൾഡിൽ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണ്, ഒന്ന് ഡിലേ, ഒന്ന് അൺനെസസറി സ്പെൻഡിങ്. ഇത് രണ്ടും ഇങ്ങനെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ പഠിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ എത്ര പ്ലേറ്റ് ഉണ്ട് ചോദിക്കും. ഒരു ഇഷ്ടം പോലെ പ്ലേറ്റ് ഉണ്ട്, നമുക്ക് ഇഷ്ടം ഷോർട്ടേജ് വരാൻ പാടില്ലല്ലോ, ഇവിടെ ഇഷ്ടം പോലെ പ്ലേറ്റ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഇഷ്ടം പോലെ പ്ലേറ്റ് വേണ്ട, ആവശ്യത്തിന് എത്ര പ്ലേറ്റ് വേണം അത് വെച്ചിട്ട് ബാക്കി നിങ്ങൾ എന്ത് ചെയ്യും, പാക്ക് ചെയ്തിട്ട് വേറെ സെക്ഷൻ്റെ താജിൽ എവിടെയെങ്കിലും പ്ലേറ്റ് ഷോർട്ടേജസ് ഉണ്ടെങ്കിൽ കൊടുത്തയക്കാൻ പറയും.
ഓക്കെ ഞാൻ നോട്ട് ചെയ്യാമെന്ന് സീനിയർ മാനേജർ പറഞ്ഞു. നോട്ട് ചെയ്യലല്ല, റൈറ്റ് നൗ ഷുഡ് ഹാപ്പൻ. ഓക്കെ അങ്ങനെ മൂടേണ്ട അർത്ഥം എല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ മസായി പറയും നമുക്ക് എവിടെയൊക്കെ ഹിഡൻ കോസ്റ്റ് അല്ലേ, എവിടെയൊക്കെ മൂടാനുള്ളത് നമുക്ക് നോക്കാം, അതായത് ഡിലേ ഉള്ളത് അല്ലെങ്കിൽ അൺനെസസറി സ്പെൻഡിങ് ഉള്ളത് എവിടെയൊക്കെയാണ് നമുക്ക് നോക്കാം എന്നിട്ട് അങ്ങനെ എല്ലാം ചെക്ക് ചെയ്തു. ലാസ്റ്റ് ഡേ ഓഫ് വർക്ക്ഷോപ്പിൽ മസായി ഒരു കഥ പറഞ്ഞു കൊടുത്തു. ഒരു ജാപ്പനീസും ഒരു അമേരിക്കനും കൂടിയും ഹണ്ടിങ് ഇഷ്ടമുള്ള ഒരാളാട്ടോ, രണ്ടുപേർക്ക് ഹണ്ടിങ് ഇഷ്ടമാണ്. ഗണ്ണൊക്കെ വെച്ചിട്ട് ഒരു ഡീപ്പ് ഫോറസ്റ്റിനുള്ളിലേക്ക് ഹണ്ടിങ്ങിന് പോവായിരുന്നു. അങ്ങനെ അവർ അതിൻ്റെ എന്താ പറയുക അവരെ എന്തുസിയാസത്തിൽ, അതായത് അതിൻ്റെ ആവേശത്തിൽ ഡീപ്പ് ജംഗലിൽ എൻ്റർ ചെയ്തു, എത്തി. അവരതൊക്കെ മറന്നുപോയി, ചുറ്റോറും മറന്നു. ഡീപ്പ് ജംഗിൽ എത്തിയപ്പോഴാണ് അവർ ഒരു കാര്യം പറഞ്ഞത്, ഒരു കാര്യം ശ്രദ്ധിച്ചത്, മറന്നല്ല ഒരു കാര്യം ശ്രദ്ധിച്ചത്, അവരുടെ തോക്കിൽ അല്ലെങ്കിൽ ഗണ്ണിൽ അതായത് ബുള്ളറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചിന്തിക്കുന്നതിനനുസരിച്ച് എന്തായത് ഇവർ എന്താ ചെയ്യാന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു ലയണിന്റെ റോറിങ് സൗണ്ട് കേൾക്കും, അതായത് സിംഹത്തിന്റെ ഗർജനം സൗണ്ട് കേൾക്കും. അപ്പോൾ രണ്ടുപേരും ഓടാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് കാറിനുള്ളിൽ കയറി രക്ഷപ്പെടണ്ടേ. രണ്ടുപേരും ഓടാൻ തുടങ്ങും. ഓടി 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 എത്തുമ്പോൾ പെട്ടെന്ന് ജാപ്പനീസുകാർ എന്ത് ചെയ്യും, ജാപ്പനീസുകാരൊന്ന് ഷൂ കെട്ടാൻ വേണ്ടിയിട്ട് ടൈ ചെയ്യും. അപ്പോൾ അമേരിക്കൻകാരും ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇത് ടൈ ഷൂ കെട്ടി പെട്ടെന്ന് നിന്നത്, നിങ്ങൾ ഓടെന്ന് പറയണ്ട പിന്നാലെ. അപ്പോൾ ജാപ്പനീസുകാരൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓടുന്നുണ്ട്, പക്ഷെ ഞാൻ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളെക്കാട്ടിലും 2 സ്റ്റെപ്പ് മുന്നേ ഇരുന്നാൽ മതി. കാരണം സിംഹം നമ്മളെ ഫോളോ ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന ഇരേനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തിന് വേണ്ടിയിട്ട് സിംഹം ഫോളോ ചെയ്യില്ല അല്ലേ. ആദ്യത്തെ ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ സിംഹത്തിന്റെ വഴിക്ക് പോകും. അപ്പം ഞാൻ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, എന്ത്, ഞാൻ നിങ്ങളെക്കാട്ടിലും 2-3 സ്റ്റെപ്സ് എഹെഡ് ഉണ്ടായിരിക്കണം, അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലേ. ഈ സ്റ്റോറിയിൽ നമുക്ക് എന്ത് മനസ്സിലായാം, ഇപ്പോഴത്തെ കോമ്പറ്റീറ്റീവ്, അതായത് നമ്മുടെ കോമ്പറ്റീറ്റീവ് വേൾഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പോഴത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമ്മൾ ഏത് സെക്ടർ ആയിക്കോട്ടെ, പ്രൈമറി സെക്ടർ ആയിക്കോട്ടെ, ടേഴ്സറി സെക്ടർ ആയിട്ടോ സെക്കൻഡറി ആയിക്കോട്ടെ, ഏത് സെക്ടർ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എന്ത് സെക്ടർ ആണെങ്കിലും നമ്മൾ എല്ലാവരെക്കാട്ടിലും ഒരു പടി മുന്നിലേക്ക് നിൽക്കണം. ഓക്കെ, ഇതാണ് ഈ കഥയുടെ സാരം. മുട മീൻസ് എന്താണ്, ഡിലേ അല്ലെങ്കിൽ അൺനെസസറി സ്പെൻഡിങ്. ഇത് ജാപ്പനീസ് ടേമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.